അടുത്തിടെ കുടുംബത്തിൽ വലിയൊരു സന്തോഷകാര്യം നടന്ന വിവരം സൗഭാഗ്യ വെങ്കടേഷ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട വീഡിയോയൊന്നും പങ്കുവച്ചിരുന്നില്ല. സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ്റെ ജ്യേഷ്ഠൻ അരുൺ വീണ്ടും വിവാഹിതനായി എന്നതായിരുന്നു ആ സന്തോഷ വാർത്ത. കോവിഡ് കാലത്താണ് പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ അരുണെ ഏൽപ്പിച്ച് ഭാര്യ മരണത്തെ പുൽകിയത്. വളരെ പെട്ടെന്നുള്ള മരണമായിരുന്നു അരുണിൻ്റെ ഭാര്യയുടേത്. അന്നു മുതൽ കുടുംബത്തിൻ്റെ സന്തോഷവും നഷ്ടമായി എന്ന് സൗഭാഗ്യ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അരുണിൻ്റെ കൈപിടിച്ച് വിദ്യ വീട്ടിലേക്ക് വന്നതോടെ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ കിട്ടിയെന്ന് പറയുകയാണിപ്പോൾ സൗഭാഗ്യ. ഒപ്പം അരുണിൻ്റെയും വിദ്യയുടെയും വിവാഹ ചടങ്ങിൻ്റെ വീഡിയോയും സൗഭാഗ്യ പങ്കുവച്ചു. പുളിയറക്കോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു താലികെട്ട് ചടങ്ങ്. വിദ്യയുടെ കുടുംബാംഗങ്ങളും സൗഭാഗ്യയുടെയും അർജുൻ്റെയും അടുത്ത ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു വിവാഹം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്ന തിരക്കിലായിരുന്നു സൗഭാഗ്യ. അരുണിൻ്റെ മാത്രമല്ല വിദ്യയുടെയും 2ാം വിവാഹമാണിത്. തിരുനെൽവേലി ശങ്കരൻ കോവിലിൽ വിവാഹം നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് തമിഴ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി കുട്ടികളെല്ലാം ധാവണി ഡ്രസ് കോഡായി സ്വീകരിച്ചത്. പിന്നീട് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നു. പക്ഷേ കോസ്റ്റ്യൂം മാറ്റേണ്ടെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞാണ് സൗഭാഗ്യയുടെ വീഡിയോ ആരംഭിച്ചത്. 9:30 താലികെട്ടിൻ്റെ സമയം. തുളസിമാലയായിരുന്നു ഇരുവരും പരസ്പരം അണിയിച്ചത്. തുളസിമാല എന്നത് വരൻ്റെയും വധുവിൻ്റെയും സെലക്ഷനാണ്. വിവാഹത്തിന് എല്ലാവർക്കും ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ എടുക്കണമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ വിവാഹ തീയതി പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. ചെറിയ സമയത്തിനുള്ളിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭംഗി കൂടുമെന്ന് അരുൺ ചേട്ടൻ്റെയും വിദ്യയുടെയും വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലായി. വിദ്യയുടെ അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാം വിവാഹത്തിനെത്തിയിരുന്നു. അവർ വളരെ ശാന്തതയും നാണവുമുള്ള സാധാരണക്കാരായ ആളുകളാണ്. വിദ്യ ഞങ്ങളുടെ എല്ലാം വൈബാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുമായി പെട്ടെന്ന് സെറ്റായി. അരുൺ ചേട്ടൻ്റെ മക്കളായ അനുവും മനുവും വളരെ സപ്പോർട്ടീവായ കുട്ടികളും വിശാല മനസ്കരുമാണ്. അച്ഛൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന കുട്ടികളായതുകൊണ്ടുമാണ് അവർ ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഇത്രയും പിന്തുണ നൽകി മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതേപോലെ തന്നെ വിദ്യയുടെ കുടുംബവും നല്ല സപ്പോർട്ടീവാണ്. വിദ്യയുടെ മകളും വളരെ പെട്ടെന്ന് ഞങ്ങളുമായി അടുത്തു. അരുൺ ചേട്ടനുമായി മോൾക്ക് നല്ലൊരു ബോണ്ടുണ്ട്. 2021 ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം തിരികെ കിട്ടിയ നിമിഷമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരിയും സന്തോഷവും കാണാൻ കഴിഞ്ഞു. ഫാമിലി വലുതായതിനും സന്തോഷം തിരികെത്തുന്നതിനും ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ ഞാൻ അരുൺ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഒരിടയ്ക്ക് ചിരി പോയി ഡള്ളായ മുഖമായിരുന്നു എപ്പോഴും. ആളുടെ മുഖത്തിപ്പോൾ വീണ്ടും ആ ചിരി തിരിച്ചു വന്നിട്ടുണ്ട്. അതിന് നന്ദി പറയാനുള്ളത് വിദ്യയോടാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കറക്റ്റായ ആളുകൾ വന്നു ചേരുമ്പോഴാണ് ഇരുണ്ട കാലഘട്ടം അതിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിദ്യ ഒരു മാലാഖയാണെന്നാണ് പുതിയ വ്ലോഗിൽ സൗഭാഗ്യ പറഞ്ഞത്.